നമുക്കൊരു മാല വാങ്ങിക്കാൻ പോയാലോ? എന്നെ ഇതേ ഡ്രസ്സിൽ നിങ്ങൾ കാണുന്ന മൂന്നാമത്തെയും അവസാനത്തെയും വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. ഇതെല്ലാം ഞാൻ ഒരു ദിവസം എടുത്തിട്ട് ഇടാൻ വിട്ടുപോയതാണ്. നമ്മൾ നേരെ പോയത് ഗോൾഡ് സൂക്കിലോട്ടായിരുന്നു കേട്ടോ. ഗോൾഡ് സൂക്ക് ദുബായിലെ അത് കാണേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ. സ്വർണ്ണത്തെ എന്തൊക്കെയാക്കി മാറ്റാവോ അതെല്ലാം ആക്കി മാറ്റി ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗിൻ്റെ ഷേപ്പിൽ, ഡ്രസ്സിൻ്റെ ഷേപ്പിൽ, പക്ഷികളുടെ രൂപത്തിൽ എന്തെല്ലാമെന്ന് കണ്ട് തന്നെ അറിയണമായിരുന്നു. ആദ്യം കയറി ഈ ഒരു കടയിൽ സ്വർണ്ണത്തിൻ്റെ മഞ്ഞ കളർ ലേശം കൂടുതലായതുകൊണ്ടും എനിക്കത് പിടിക്കാത്തതുകൊണ്ടും അവിടെ നമ്മളങ്ങ് ഇറങ്ങി. രണ്ടാമത് കയറി ഈ കടയിലെ മാലകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ മൂന്നാമതൊരു കടയിൽ കയറി. ഇത് കല്യാണമായിരുന്നു കേട്ടോ. കല്യാണിൽ കയറിയപ്പോഴത്തേക്കും അവിടെ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ മാലകളോട് എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സെയിൽസ്മാനായ മഹേഷ് പറഞ്ഞു ഡയമണ്ട്സിൽ കുറച്ച് ഓഫേഴ്സ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാനായിട്ട്. ചെന്നപ്പോൾ ശരിയാ, ഡയമണ്ടിൽ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ മാല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ മാലയും വാങ്ങിച്ച് കുറച്ച് നേരം ആ പുള്ളിയോട് സൊറ പറഞ്ഞു തന്നപ്പോഴത്തേക്കും പുള്ളി അവിടുത്തെ വലിയൊരു മാല എനിക്ക് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് എടുത്ത് തന്നായിരുന്നു കേട്ടോ. ആ പുള്ളിയുടെ ആ സന്മനസ് കണ്ടിട്ട് പുള്ളിയെക്കുറിച്ച് രണ്ട് നല്ല വാചകങ്ങളൊക്കെ എഴുതി വെച്ച് ബില്ലും പേ ചെയ്ത് പയ്യെ അങ്ങ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് സമയം നല്ലതായിട്ടുണ്ടായിരുന്നു. വയറ് കാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ നേരെ പോയത് പാരഗണിലോട്ടായിരുന്നു കേട്ടോ. ചെന്നുടനെ ഒരു സംഭാരമൊക്കെ തന്നപ്പോഴത്തേക്ക് ഒരു കുളിർമ തന്നെയായിരുന്നു. പാരഗൺ ഈസ് ഫേമസ് ഫോർ ബിരിയാണി. പക്ഷേ എനിക്ക് അവിടുത്തെ ചോറും ഒരു മാങ്ങാക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അത്രയും ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവരുടെ മെനുവിൽ ആ മാങ്ങാക്കറി ഉണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയതൊക്കെ വെച്ച് ഞാൻ മൊത്തം അങ്ങ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമാധാനമായി. ആ സമാധാനത്തിൻ്റെ കൂടെ ചോറിനൂടെ ഞാൻ കുറേ ലിപ്സ്റ്റിക്ക് നിന്നതുകൊണ്ട് തന്നെ പോയ ലിപ്സ്റ്റിക്കൊക്കെ തിരിച്ചിട്ട് അവിടെ നേരെ തിരിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് പോകാമെന്ന് വെച്ചു. ലൈക്ക് ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ എത്താനായിട്ട് നമുക്ക് ബസ് സർവീസ് ഉണ്ട്, മെട്രോ സർവീസ് ഉണ്ട്, മറൈൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. കുറച്ച് ഇതായിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ അന്ന് വള്ളത്തിൽ തന്നെ കയറി 1 ദിർഹംസ് കൊടുത്ത് നമ്മളെ അപ്പുറത്തോണ്ട് ഇറക്കും കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ മുടിയുടെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ചേച്ചീനെ സൂം ചെയ്തങ്ങെടുത്തത്. പൊരിഞ്ഞ വെയിലായിരുന്നു. പൊരിഞ്ഞ വെയിൽ എന്ന് വെച്ചാൽ പൊരിഞ്ഞ വെയിൽ. ആ വെയിലത്ത് ചെന്ന് 2 കറക്കവും കറങ്ങി 2-3 റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ പോയത് മൗസിയിലോട്ടായിരുന്നു കേട്ടോ. അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് എന്തും കഴിക്കാം ആ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് അവിടുത്തെ ഏറ്റവും വില കൂടിയ സാധനം തന്നെ വാങ്ങിച്ച് കുടിച്ചു ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ.